എല്ലാവർക്കും ഇഷ്ടമാണ് വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. രാവിലെ എൻ്റെ വീടിന് മുകളിലെ കാഴ്ചകളാണ്. ഒരു ദിവസം ഞാൻ മുകളിൽ ചെല്ലുമ്പോഴുള്ള ഫ്രൂട്ട്സും പ്ലാന്റ്സും അങ്ങനെയുള്ള ഓരോരോ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മളിപ്പം കാണുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലെ ചെറിയൊരു ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ശേഖരണമാണ്. ഇപ്പോൾ നമ്മളാദ്യം കാണുന്നത് ഫിഗ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഫിഗിൽ ഇസ്രായേൽ ഫിഗ് എന്നാണ് ആ വെറൈറ്റിയുടെ പേര്. പിന്നെ പൂനാറണ്ട്, അത് നമുക്ക് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഞാനത് വീഡിയോയുടെ ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിങ്ക് ക്ലൗഡ് ലോട്ടസിൻ്റെ ചെറിയൊരു കളക്ഷനുണ്ട്. പിങ്ക് ക്ലൗഡ് പോലെ വെറൈറ്റി ആയിട്ടുള്ള 3-5 ലോട്ടസ് ഉണ്ട്. അതിൽ 1000 ഇതിലിൻ്റെ സദർസാളമുണ്ട്. ഇതുവരെയായിട്ട് നമുക്ക് റിസൾട്ടൊന്നും ഫ്ലവറിങ് ആയിട്ടില്ല. 2-3 മാസമായി നട്ടിട്ട്. എന്തായാലും നല്ല ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുവരെയായിട്ട് അതായിട്ടില്ല. പിന്നെ നമ്മൾ നേരെ കാണുന്നതെന്ന് വെച്ചാൽ സീഡ്ലെസ് ലെമണ്, പിന്നെ വരുന്നത് അമ്പഴം, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബുഷ് ഓറഞ്ച്, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവരെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച്, ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച്, ഫ്രൂട്ട്സ് പ്ലാന്റിനെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ്. കാരണം നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ നട്ട് വളർത്തിയൊരു കൃഷിയിടത്തോട്ട് ചെല്ലുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. എനിക്ക് കുറച്ച് പ്രാവും മറ്റുള്ള കാര്യങ്ങളുമുണ്ട്. അതുങ്ങളും ഇടയ്ക്ക് വരും. അതിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് എന്തൊക്കെ കുത്തി ചെയ്തിരുന്നൊക്കെ കാണാം. പിന്നെ നമ്മൾ ഫുഡ് അവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ചെടികളെല്ലാം എന്താ പറയുന്നത്, പൂവും ഫ്രൂട്ട്സുമായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ, ഫ്ലവറൊക്കെ ചെയ്ത് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബുഷ് ഓറഞ്ച് പൂക്കുമ്പോൾ നല്ല മണമാണ്. ഞാനിതിൽ എയർപോർട്ട് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ടെറസിൻ്റെ മേളായിക്കൊണ്ട് നമുക്ക് റെയിൻ ഷട്ടറോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. ചകിരിച്ചോറും മണ്ണും അങ്ങനെ മിക്സ് ആയത് നല്ലൊരു പ്രോട്ടീൻ മിക്സാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടാണ് ചകിരിച്ചോറും മറ്റുള്ളത് കൊടുത്തേക്കുന്നത്. ഇനി റെയിൻ സീസൺ ആകുമ്പോൾ നമുക്ക് വെള്ളം കൂടുതൽ കെട്ടി നിന്ന് ചെടി ചീഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് കൂടുതൽ നമ്മൾ ഈ എയർപോർട്ട് പോലെയുള്ള ഒരു പുതിയ ഹൈടെക് ആയിട്ടുള്ള പോട്ടൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്.